ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു മസാലക്കറിയാണ്. വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും ചേർത്ത്. ഉരുളൻകിഴങ്ങ് ഇവിടെ വലിയൊരു ഉരുളൻകിഴങ്ങ് ഞാനിവിടെ എടുത്ത് ഇതുപോലെ സ്ലൈസ് ആക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കിളുന്ത് വെണ്ടയ്ക്ക നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ. മൂത്ത വെണ്ടയ്ക്ക ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് നേരിട്ട് തന്നെ കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു കടായി വെക്കാം. കടായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ചധികം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയെടുക്കണം. ഉരുളൻകിഴങ്ങ് നമുക്ക് വഴറ്റിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ അധികം എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് രണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റരുത്, വാടി കിട്ടിയാൽ മതി. ആ സമയം നമ്മൾ ഉരുളൻകിഴങ്ങ് വഴറ്റുമ്പോൾ കുറച്ചൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റാൻ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റി കണ്ടോ, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്നും അധികം വേവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കാരണം ഉരുളൻകിഴങ്ങ് കുറച്ച് വേവുള്ളത് കൊണ്ട് ആദ്യം ഒന്ന് നന്നായി വെന്ത് കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല ഫ്ലെയിമിൽ വെച്ച് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വേവിക്കാൻ വേണ്ടി മാത്രമാണ് ഉരുളൻകിഴങ്ങിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും എടുത്ത് മാറ്റി വയ്ക്കാം മറ്റൊരു പാത്രത്തിൽ. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ചൂടായിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ അതിലേക്ക് 2 അത്യാവശ്യം വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. സ്ലൈസ് ആയിട്ടാണെങ്കിൽ കൂടിയും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരച്ച് പേസ്റ്റ് ആക്കണ്ട. ഇഞ്ചിയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന അളവിൽ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. സവാള നന്നായിട്ട് കുഴഞ്ഞു പോകുന്ന അവസ്ഥയിൽ എടുക്കരുത്, കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കണം സവാള. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് കൊടുക്കണേ, ഇല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പിൻ്റെ അളവ് പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് അത്യാവശ്യം നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മസാല എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പിടി അളവിൽ കസൂരി മേത്തി എടുത്ത് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി എപ്പോഴും ഇതുപോലുള്ള കറികൾക്ക്, മസാലക്കറികൾക്ക് പ്രത്യേകമായ ഒരു സ്വാദും മണമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തീർച്ചയായിട്ടും കസൂരി മേത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. കറി ഒന്ന് താളിക്കേണ്ടതുണ്ട്. കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 2 ക്യൂബ് അളവിൽ ബട്ടർ എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. അതിനുശേഷം 3 പിഞ്ച് അളവിൽ കായ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ ബട്ടർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിരിക്കും നമ്മൾ ബട്ടറിൽ ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ. പ്രത്യേകമായൊരു സ്വാദും മണവും ഒക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഇതുപോലുള്ള മസാലക്കറികളിൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക ഉരുളൻകിഴങ്ങ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. മല്ലിയിലയും ചേർത്ത് അലങ്കരിച്ച ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു തണ്ട് മല്ലിയില മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം.
ഒരു നോർത്ത് സൈഡിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ മിക്കവാറും നമുക്കിതുപോലുള്ള മസാല കറികളായിരിക്കും കൂടുതലും റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിട്ടുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മസാല കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് തിരിച്ചും അതേ ആത്മാർത്ഥതയോടു കൂടി ഒരുപാട് സ്നേഹം അങ്ങോട്ടും നൽകുന്നു. താങ്ക് യു വെരി മച്ച്.